Hi friends, welcome to Orma's Ruchi World. നമ്മൾ ചേമ്പില വെച്ചിട്ട് ഒരു അപ്പം ഉണ്ടാക്കാൻ പോവാണ്. ചേമ്പിലപ്പം അല്ലെങ്കിൽ പാത്രടപ്പം. ഇത് കാസർഗോഡ് കർണാടക ബോർഡറിലാണ് സാധാരണ കണ്ടുവരുന്നത്. ഇത് കൊങ്കണി തുളു ബ്രാഹ്മിൻസിന്റെ റെസിപ്പിയാണ്. മാസത്തിൽ നമ്മൾ സാധാരണ താള് കൂട്ടാറുണ്ട്. ചേമ്പിലപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം, പക്ഷെ കർക്കിടക മാസത്തിൽ കഴിക്കുന്നതാണ് നല്ലത്. ടേസ്റ്റി ആയ റെസിപ്പിയാണ്. അപ്പം നമുക്ക് കണ്ടു നോക്കാം പാത്രടപ്പം. കേരള കർണാടക ബോർഡറിൽ ധാരാളമായി കണ്ടുവരുന്ന പത്രട കൊങ്കിനി തുളു ബ്രാഹ്മിൻസിന്റെ തനത് വിഭവമാണ്. നമ്മുടെ നാട്ടിൽ ചേമ്പിലപ്പം, താളിലപ്പം എന്നീ പേരുകളിൽ ഈ വിഭവം അറിയപ്പെടുന്നു. നന്നായി വെയിൽ കൊള്ളുന്ന ചേമ്പിന്റെ തളിരില വേണം ഇതിനായി എടുക്കാൻ. ഇതിൽ പ്രത്യേക രീതിയിലുള്ള ധാന്യക്കൂട്ട് ചേർത്ത് പിടിപ്പിച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന പത്രട ഒരു ഹെൽത്തി റെസിപ്പിയാണ്. ഇനി നമുക്ക് ഈ പത്രോടയ്ക്ക് ആവശ്യമുള്ള ബാറ്റർ റെഡിയാക്കാം. ഞാൻ ഇവിടെ എടുത്താക്കുന്നത് മെഷറിംഗ് കപ്പിൽ 2 കപ്പ് പച്ചരിയാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഞാൻ ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ഇനി ഞാൻ ഇതിലേക്ക് രണ്ടാമതായിട്ട് ചേർക്കാൻ പോണത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ 1/2 കപ്പ് തുവരപ്പരിപ്പാണ്. ഇത് സാമ്പാർ പരിപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം കടലപ്പരിപ്പോ ചെറുപയർ പരിപ്പോ അല്ലെങ്കിൽ ചെറുപയറോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഒരു ചെറുനാരങ്ങ വലുപ്പത്തില് പുളി. ഈ പുളി ഞാൻ ഇതിലേക്ക് കുതിർത്താൻ വേണ്ടിയിട്ട് ഇടാണ്. നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് പരിപ്പും അതുപോലെ തന്നെ അരിയൊക്കെ. ഇത് നമ്മൾ ഈ വെള്ളത്തോട് കൂടി തന്നെയാണ് അരയ്ക്കണത്. അപ്പൊ നമുക്ക് ഒരു 2 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടന്ന് ഇതെല്ലാം കുതിരേണ്ട വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളത്തോട് കൂടി തന്നെ നമ്മളിത് അരയ്ക്കുകയും ചെയ്യും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം കായാണ്. കായത്തിന്റെ അളവ് പറയുകയാണെങ്കിൽ നിങ്ങൾ പൊടിയാണ് എടുക്കണമെങ്കിൽ 1 ടീസ്പൂൺ കായപ്പൊടി വേണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 15 വറ്റൽമുളക്, ഇത് കഴുകി വൃത്തിയാക്കിയതാണ്. ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇടാണ്. ഞാനിവിടെ ഒരു 15 വറ്റൽമുളകാണ് എടുത്താക്കണത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൂടെ നമ്മൾ പിരിയമുളകും കൂടി ചേർക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ മാവിന് നല്ലൊരു കളർ കിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ഇവിടെ ഇപ്പോൾ പിരിയമുളക് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാനിത് മാവ് തയ്യാറാക്കുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ പിരിയമുളക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 5 പിരിയമുളകും കൂടി ചേർക്കാവുന്നതാണ്. നിങ്ങൾ ഇതിത്തെ മുളകും പുളിയൊന്നും കാണുമ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട. നമ്മൾ എപ്പോഴും ഈ മാവ് തയ്യാറാക്കുമ്പോൾ ഇത്തിരി പുളിയും എരിവും ഉപ്പൊക്കെ മുന്നിട്ട് നിൽക്കണം. എന്നാൽ മാത്രമാണ് നമ്മളിത് അപ്പം ഉണ്ടാക്കി വരുമ്പോൾ, അതായത് പത്രട ഉണ്ടാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഇത് ചേമ്പിന്റെ ഇലയിൽ നമ്മൾ ഈ മാവ് പെരട്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ പത്രടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ പുളി എന്ന് പറയുന്നതാണ് പത്രട ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചേമ്പിന്റെ ഇലയ്ക്ക് എന്തെങ്കിലും ചൊറിച്ചിലെങ്ങാനും ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് വളരെ നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് പുളിയും കൂടി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുളിയും അതുപോലെ തന്നെ മുളകും ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഈ പറയുന്ന അളവുകൾ പോലെ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കാണ്. നല്ല ജീരകമാണ്. ഇനി നമുക്കൊരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി പ്രോസസ്സ് തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ 2 മണിക്കൂറോളം ഈ പരിപ്പും അതുപോലെ തന്നെ അരി മുളകൊക്കെ കൂടി പുളി കായം എല്ലാം കൂടി നമ്മൾ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇത് അരച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി കാശ്മീരി ചില്ലി നിങ്ങളുടെ കയ്യിൽ പിരിയമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഉപയോഗിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിൽ ചേർത്ത് തന്നെയാണ് അരയ്ക്കണത്. കാരണം എന്നാലാണ് നമ്മുടെ ഈ ബാറ്ററിന് നല്ലൊരു കളറ് കിട്ടുള്ളൂ. ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 2.5 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. കാരണം നമുക്ക് ഉപ്പും പുളിയും അതുപോലെ തന്നെ എരിവൊക്കെ ഇത്തിരി മുന്നിട്ട് നിന്നാലാണ് നമ്മുടെ ഈ പത്രോടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 മുറി നാളികേരം ചെറുവീതും കൂടി ചേർത്തിട്ടാണ് അരയ്ക്കാൻ പോണത്.
ഇനി ഞാനിത് കുതിർത്ത വെള്ളത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ നേരത്തെ ഒക്കെ കഴുകിയിട്ടാണ് കുതിർത്താനായിട്ട് ഇതിലിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഈ കുതിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളം വാറ്റിക്കളയില്ല. ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത്. നമ്മൾ ഇത് അരച്ചെടുക്കുമ്പോൾ ബാറ്ററിന്റെ ഒരു പാകം എന്ന് പറയുന്നത് വടയുടെ ഒക്കെ ഒരു മാവിന്റെ പരുവാണ്. അതിലും വല്ലാണ്ട് ലൂസായിട്ട് പോകാൻ പാടില്ല. വല്ലാണ്ട് ലൂസായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇലയിൽ പെരട്ടേണ്ടതാണ് മാവ്. അപ്പൊ നമുക്ക് ശരിക്കും പെരട്ടാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മാവിന്റെ ഒരു പാകം എന്ന് പറയുന്നത് വടയുടെ മാവിന്റെ ഒക്കെ ഒരു പരുവാണ്. നമ്മൾ മാവ് അരച്ചെടുത്തു, കണ്ടില്ലേ? ഇതാണ് ഇതിന്റെ ഒരു പാകം. ഇത്രേ തിക്നെസ് ഉണ്ടാവണം. ഇതിന് കൂടുതൽ അയഞ്ഞ മാവ് ആവരുത്. നമുക്കിത് ചേമ്പിന്റെ ഇലയുടെ പുറത്ത് തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. അത് നമുക്ക് നോക്കാം. ചേമ്പിന്റെ ഇല എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എപ്പോഴും തളിര ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അധികം മൂത്ത ഇല എടുക്കരുത്. മൂത്ത ഇല എടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ചൊറിച്ചിലുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നന്നായിട്ട് വെയിലൊക്കെ കൊള്ളുന്ന ഇല എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നമ്മൾ ഇങ്ങനത്തെ ഇല എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇല മറച്ചു വെച്ചിട്ട് ഈ ഭാഗത്താണ് നമ്മൾ മാവ് പെരട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഞരമ്പ് പോലെയുള്ള ഭാഗം നമ്മൾ കത്തി കൊണ്ടൊന്ന് പതുക്കെ ഇല കീറാണ്ട് നമ്മൾ എടുത്ത് കളയണം. അപ്പോൾ ഇതുപോലത്തെ തളിരലയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞരമ്പ് എടുത്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാനിതൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഞരമ്പ് കളഞ്ഞെടുത്ത ഒരു ചേമ്പിൻ്റെ ഇലയാണ്. ഇത്രയും ചെറിയ തളിര ഇലയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പ് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഞരമ്പ് കളയാണ്ട് തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഇത്രയും കൂടി വലിയ ഇലയാണെങ്കിൽ മാത്രം ഇതുപോലെ ഞരമ്പ് കളയണം. ഞാൻ ഞരമ്പ് കളയണത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ എടുത്തത്. അതല്ല, ഇത്രയും തളിര ഇല തന്നെയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഞരമ്പ് കളഞ്ഞില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചേമ്പിലയുടെ പുറം ഭാഗത്താണ് മാവ് പെരട്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് കുറേശ്ശെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് നന്നായിട്ട് ചേമ്പിലയിൽ തേച്ച് പിടിപ്പിക്കണം. നല്ല തിക്കായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ അപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എപ്പോഴും ഈ ഒരു അപ്പം ഉണ്ടാക്കുമ്പോൾ കൈകൊണ്ട് തന്നെ മാവ് തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ചാലാണ് അത് ശരിക്കും ശരിയാവുള്ളൂ. ഇനി കൈ ചെറുതായിട്ട് ഒട്ടുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് രണ്ടാമത് ആദ്യം ഇതുപോലെ തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇലയിൽ നന്നായിട്ട് മാവ് തേച്ച് പിടിപ്പിച്ചു. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇനി രണ്ടാമത്തെ ഇല വയ്ക്കാം. ഈ ഇല വേണമെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഓരോ ഇലയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വയ്ക്കാം. ഞാൻ ഇവിടെ കുറച്ചും കൂടി എനിക്ക് സൗകര്യം തോന്നുന്നത് ഇങ്ങനെ വയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വയ്ക്കുന്നത്. നമുക്ക് ഇതിൻ്റെ പുറത്തും മാവ് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് 8 ഇല വരെയൊക്കെ വയ്ക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ 8 ഇലയൊക്കെ വയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളത് മടക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അടി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാനിവിടെ 4 ഇലയാണ് ഉപയോഗിക്കുന്നുള്ളൂ. സാധാരണ നോർമൽ കേസിൽ എല്ലാവരും 4 ഇലയാണ് ഉപയോഗിക്കാറ്. ചിലവരൊക്കെ 8 ഇല 6 ഇലയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പം ഞാൻ മാവൊക്കെ എല്ലാ ഇലയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, 4 ഇലയിലും. നമുക്കിതൊന്ന് മടക്കിയിട്ട് റോൾ ചെയ്തിട്ട് എടുക്കണം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ 2 സൈഡും ഒന്ന് മടക്കി എടുക്കാൻ പോവാണ്. നമ്മൾ പേപ്പറിനൊക്കെ മാർജിനൊക്കെ ഇടില്ലേ, അതേപോലെ കണ്ടില്ലേ? ഇതേപോലെ നമ്മൾ അപ്പുറത്തെ സൈഡും മടക്കിയെടുക്കണം. ഇനി നമ്മൾ ഈ മടക്കിയ ഭാഗത്തുണ്ടല്ലോ, അവിടെ കുറച്ച് മാവ് തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ മാവ് തേച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ ഭാഗത്ത് മാത്രം മാവ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പാത്രയുടെ ഒരു ഭാഗത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനൊന്ന് മടക്കി കഴിഞ്ഞിട്ട് പതുക്കെ അവിടെ കുറച്ച് മാവ് തേച്ച് പിടിപ്പിക്കുക. ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ഭാഗവും മടക്കിയെടുക്കണം. നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം.
ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ പൊതി ശരി റെഡി ആയിട്ടുണ്ട്. ഒരു പൊതിച്ചോറിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ടാവും അല്ലേ. ഇത് ഞാൻ തെങ്ങിൻ്റെ ഓല ചീന്തി എടുത്തതാണ്. ഞാൻ ഇത് വെച്ചിട്ട് ഈ പാത്രയുടെ ഒന്ന് കെട്ടി വെക്കാൻ പോവാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് കെട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്നാലും ഇതൊന്ന് തുറന്നു വരാണ്ടിരിക്കാനായിട്ട് നല്ല സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ ഓല വെച്ചിട്ടൊന്ന് കെട്ടാൻ പോവാണത്. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ചേമ്പിലയിലും മാവ് പുരട്ടിയിട്ടെടുക്കാം. ഇപ്പം ഞാൻ ഇലയൊക്കെ കെട്ടി വെച്ചു. നമുക്ക് ഈ അടയൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാനായിട്ട് വെക്കണം. ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തളയൊക്കെ വന്നു തുടങ്ങി. നമുക്കിനി അട പുഴുങ്ങിയെടുക്കാം. ഞാനൊരു ഇഡലിച്ചെമ്പാണ് എടുത്താക്കണത്. ഈ ഇഡലിച്ചെമ്പിൻ്റെ ഉള്ളിൽ ഞാനൊരു ഇല വെച്ചേക്കാണ്. അപ്പോൾ ഈ ഇല വാട്ടിയ ഇലയാണ്. ഈ ഇലയുടെ മുകളിലാണ് നമ്മുടെ അട വെക്കണത്. അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇതിലേക്ക് വെക്കണില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെക്കുമ്പോൾ ഈ ആവി തട്ടുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് ഇടയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ എങ്ങാനും നനയാനെങ്ങാനും ഇടയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇതിന് മുകളിൽ ഒരു ഇല വെച്ചേക്കാണ്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി അട ഓരോന്നായിട്ട് ഇതിലേക്ക് എടുത്ത് വയ്ക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലും കൂടി ഒരു ഇല ഇങ്ങനെ വാട്ടിയിട്ട് വയ്ക്കുകയാണ്. അതെന്തിനാ വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആവി വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. 45 തൊട്ട് 1 മണിക്കൂർ വരെ നമുക്കിത് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കാം. നമ്മുടെ പാത്രട ഞാനിപ്പോൾ 1 മണിക്കൂർ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ പാത്രയുടെ പാകമായിട്ടുണ്ട്. നമുക്കിത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കിട്ടുന്നത്. ചേമ്പില വാടിയിട്ടുള്ള മണം, ഇലയുടെ മണം, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള മാവ്, അടയുടെ ആവിയിൽ വെന്ത മണം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിനി ഇതെടുത്തിട്ട് മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ചൂടാറാനായിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാത്രയുടെ ഇപ്പോൾ നന്നായിട്ട് തണുത്തു. അപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം. എൻ്റെ മോള് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പലഹാരം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ മോള് ഇത് കണ്ടപ്പോൾ ഓടി വന്നിട്ട് ചോദിക്കുന്നത് എന്താണ് സ്വിസ് റോളാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കുട്ടികളൊക്കെ കാണുമ്പോഴും വലിയൊരു ആകർഷണത ഉണ്ടാവും. ഒരു സ്വിസ് റോളിൻ്റെയൊക്കെ രൂപത്തിൽ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും. അവരൊക്കെ ചിലപ്പോൾ ഇത് ആസ്വദിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ. കാരണം അത്രയും ചേമ്പിലെയും അതുപോലെ തന്നെ എന്താ പറയുക ആവിയിൽ വേവിച്ച ധാന്യങ്ങളൊക്കെ അല്ലേ ഇത്. അപ്പോൾ എന്തായാലും അത് ശരീരത്തിന് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 4 മണി പലഹാരമൊക്കെ ആയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ സാധാരണ ധാരാളം ഇലക്കറികൾ കൂട്ടണമെന്നാണ് നമ്മുടെ പഴമക്കാരൊക്കെ പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ താള് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു പത്രോട തയ്യാറാക്കാം. നമ്മളിങ്ങനെ പത്രോടയുടെ മുകളിൽ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതെടുത്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. വേറെ ഒന്നും വേണ്ട കൂട്ടി കഴിക്കാനായിട്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, എടുത്ത് കഴിക്കാം. നമുക്ക് ഈ പത്രോട കൊണ്ട് ഇവർ ഒന്നിൽ കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പത്രോട കൊണ്ട് തന്നെ അവർ കറി ഉണ്ടാക്കാറുണ്ട്, ഗ്രേവി ആയിട്ടുള്ള കറി. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അവർ ഈ പത്രോട ചെറുതായിട്ട് മുറിച്ച് അതിലിടും. അതുപോലെ തന്നെ കൊത്തു പൊറോട്ട പോലെ പത്രോട കൊണ്ട് ഉള്ളി സബോളയൊക്കെ മൂപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ പത്രോട ചെറുതായിട്ട് നുറുക്കിയിട്ടിട്ടും ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഈ പത്രോട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ പാനിൽ റോസ്റ്റ് ചെയ്തിട്ടും എടുക്കാറുണ്ട്. പക്ഷേ ഏറ്റവും ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ളത് ഇങ്ങനെ ആവിയിൽ വേവിച്ച
പത്രോട നമ്മൾ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നതാണ്, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുന്നതാണ്. പത്രയുടെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇനി ഒരു പുതിയ റെസിപ്പി വരുന്നവരെ ബൈ.